ഹേ ബഡീസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറേ നാൾക്ക് ശേഷം വർക്കല പോകാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തേക്കുക. അപ്പോൾ നമ്മളിപ്പം ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇനി കുറച്ച് ഇപ്പോൾ രണ്ടുപേരും കൂടെ വരാനുണ്ട്. അവരും കൂടെ വന്നിട്ട് ഞങ്ങൾ നേരെ നെടുമങ്ങാട് പോവും. അവിടെ നിന്ന് ഞങ്ങൾ അബിയുമായിട്ട് നേരെ വർക്കല പോകും ഗൈസ്. അപ്പോൾ ഇന്ന് വർക്കല പോകുന്നൊരു വ്ളോഗാണ്. അപ്പോൾ ഓക്കെ, ഇനി ബാക്കി വിശേഷങ്ങൾ അവരിവിടെ വന്നിട്ട് നമ്മൾ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് പാറു, ആവണി, അനുരാജ്, അബി. ഞങ്ങളെല്ലാവരും കൂടെ കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്യുന്നൊരു ട്രിപ്പായിരുന്നു. അവരുടെ ജോലിയും നമ്മുടെ പഠിത്തവും അതെല്ലാം കൊണ്ടൊന്നും നടന്നില്ല. ഇപ്പോൾ കാണുന്നത് എന്നെ ഒരു കാര്യമില്ല ട്രോളുന്നതാണ്. എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ എടുത്ത് വെച്ച് ട്രോളുന്നതാണ്. ഇതിനകത്ത് കുറേ പേർക്ക് വീഡിയോയിൽ വരാൻ നാണക്കേടാ ഗൈസ്. എന്ന് പറയുമ്പോൾ ഫേസ് റിവീൽ ചെയ്യാൻ ഭയങ്കര നാണമുള്ള ടീമുണ്ട്. പക്ഷേ ഞാൻ അവരെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അനുരാജിനെ കാണിക്കുന്നുണ്ട്. അബിക്ക് പിന്നെ നാണമൊന്നുമില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. ഞങ്ങളുടെ ഹാപ്പിനെസ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞങ്ങൾ എത്രത്തോളം ഇത് ആഗ്രഹിച്ചിരുന്നൊരു ട്രിപ്പാണ്. ഐശ്വര്യക്ക് ചെറിയൊരു വയറ് ഗൈസ്, അപ്പൊ നമ്മള് എല്ലാവർക്കും ചായ വേണം എന്ന് പറഞ്ഞു. ഈ നട്ടുച്ചയ്ക്ക് അപ്പൊ എല്ലാരും ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി. അപ്പൊ ഞാനും ഇറങ്ങി. എനിക്ക് ചായ വേണ്ട, ഞാനപ്പം വേറെ എന്തെങ്കിലും കിട്ടുമെങ്കിൽ കഴിക്കാൻ പറഞ്ഞു നോക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയി കോഫിയും ചായയും കുറച്ച് സ്നാക്സും ഒക്കെ പറഞ്ഞു. അതിൻ്റെ കൂടെ ഉഴുന്നുവടയും പിന്നെ പരിപ്പുവട അങ്ങനെ എല്ലാം പറഞ്ഞ് അതൊക്കെ കഴിച്ചു. ഇതിലൊന്നും ഒരു ബന്ധമില്ലാതിരിക്കുന്ന ഒരാളാണ് അനുരാജ്. അവനൊന്നിനും താല്പര്യമില്ല ഗൈസ്. പിന്നെ ഇവന്മാരെ നമുക്ക് വല്ലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ. കാണാമെന്ന് പറഞ്ഞാലും ഇവന്മാരധികം കിട്ടാറില്ല, പ്രത്യേകിച്ച് അനുരാജിനെ. കാരണം അവൻ ജോലി കാര്യങ്ങൾ, അവർ രണ്ടുപേരും ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരിക്കും. പിന്നെ ഇവനെ എന്തൊക്കെയോ വന്ന് ട്രോളുന്നുണ്ട്. അത് നമുക്ക് പുറത്ത് കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. എന്നിട്ട് ഞങ്ങൾ അവിടെ ആവണിയും ബ്ലോഗൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ കാറിൽ കയറി ക്ലിഫിലോട്ട് പോകാൻ പോയി. അതിനിടയ്ക്ക് നമ്മൾ പാട്ടൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് മാക്സിമം നമ്മൾ ആ ഒരു മൊമെൻറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കാറിനകത്ത് തന്നെ നമ്മൾ ടൈം ചുമ്മാ കളയാതെ നമ്മൾ അത്ര എൻജോയ് ചെയ്ത്. നിങ്ങളുടെ കൂട്ടത്തുണ്ടോ ഇത്രയും ആക്റ്റീവായിട്ടുള്ള ഒരാൾ? ഏത് പാട്ട് കിട്ടിയാലും പാടും. ആ പാട്ട് ശരിയാവണമെന്നൊന്നുമില്ല, പക്ഷെ അവൾ പാടുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും അവൾ പാടുന്ന കറക്റ്റാണെന്ന് നമ്മൾ വിചാരിച്ചു പോകും. പക്ഷെ അങ്ങനെയല്ല. അവൾക്ക് ഇഷ്ടമുള്ള ലിറിക്സ് അവൾ ആ ട്യൂണിനനുസരിച്ച് അങ്ങ് പാടും. അതാണ് അവൾ ചെയ്യുന്നത്. പക്ഷേ അതിന് അവളുടെ കോൺഫിഡൻസ് ഉണ്ട് ഗൈസ്. അതാണ് അടിപൊളി. എന്നിട്ട് നമ്മൾ നേരെ പോയത് ഒരു ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടിലാണ്, ഒരു ഷാപ്പിലാണ് പോയത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ തോട്ടിങ്കര ഷാപ്പിൽ വന്നിട്ടുണ്ട്. അത് വർക്കല എത്തുന്നതിന് തൊട്ട് മുന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. നല്ല ഒത്തൻറ്റിക് ആയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ വർക്കല പോവും. ക്യാമറ വരാൻ താല്പര്യമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് ഗൈസ് ഇതിനകത്ത്. ബാക്കി എല്ലാവരും അവിടേക്ക് ഇരുന്ന് മീനൊക്കെ നോക്കുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് കാണാൻ കഴിയും. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു. നല്ല അടിപൊളി കപ്പയും അപ്പവും പോർക്കും ഡക്ക് റോസ്റ്റും ഒക്കെയാണ് ഞങ്ങൾ വാങ്ങിയത്. കണ്ടപ്പോൾ തന്നെ അബിയുടെ സന്തോഷം നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെ ഞാനൊരു അപ്പവും പോർക്കും ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കപ്പയും റാബിറ്റും കഴിച്ചു. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആയത് അപ്പവും പോർക്ക് റോസ്റ്റും തന്നെയായിരുന്നു. അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ ആ ഒരു സ്പൈസിനെസ്സും ഒക്കെ അടിപൊളിയായിരുന്നു. എൻ്റെ ഫേസിന് അത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് അവൻ എന്നെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ചിരിക്കുന്നത്. അത് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. ഓവറോൾ അടിപൊളി ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് കാണാമെന്ന് പറഞ്ഞു പോയി ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ലതായിരുന്നു. നല്ല ഫുഡൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങളിപ്പം ഇവിടെ കുറച്ച് അരയന്ന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിനൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇനി വർക്കിലോട്ട് പോകണം എന്ന് വിചാരിക്കുന്നു. അമ്മ പുറകെ ഉണ്ട്. അപ്പം നമുക്ക് ഇനി ക്ലിഫിലെത്തിയിട്ട് കാണാം. ഹേ ഗൈസ്, അപ്പൊ ഇതാണ് എന്റെ ഫ്രണ്ട്. അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ആവണി രാജ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അവളെ സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾ അങ്ങനെ ഇവിടെ നിന്നൊരു സ്റ്റാർ ഫ്രൂട്ടൊക്കെ പറിച്ചു. ഞങ്ങൾക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് മുളകൊടി ഉപ്പിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നമുക്കവിടെ പോയി ചോദിക്കാമല്ലേ മുളകൊടിപ്പ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കിട്ടിയ പുളിഞ്ചിക്ക കൊണ്ട് അതിൽ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും മുളകും ഇവിടെ നിന്ന് തന്നെ ചോദിക്കാമെന്ന് വിചാരിക്കണം. അവരെന്ത് പറയും നമുക്കറിയത്തില്ല. നമുക്ക് പോയി ചോദിച്ചു നോക്കാം. അവരിപ്പോൾ ഇറക്കി വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം ഗൈസ്. നമ്മളെന്തായാലും ഫുഡൊക്കെ കഴിച്ചില്ല. നമ്മൾ കുറച്ച് മുളകുപൊടി ഉപ്പ് പോലെ ചോദിക്കുന്നുള്ളൂ. ഇറക്കി വിടുവാണെങ്കിൽ നമ്മൾ ബില്ലാണെങ്കിൽ ഗൈസ്. നല്ല പാറു. അതെ, നമ്മൾ ഇച്ചിരി ഒരു മുളക് പൊടിയും ഉപ്പ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. നമുക്ക് ചോദിച്ചു നോക്കാം കിട്ടുമെന്ന്. ഗൈസ്, നല്ല സ്നേഹമുള്ള അങ്കിളായിരുന്നു. അപ്പോൾ നമുക്ക് മുളക് പൊടി ഉപ്പും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് കഴിക്കട്ടെ. ഭയങ്കര സ്വീറ്റ്. നമുക്കത് തന്നു. നമ്മളപ്പോൾ അത് വാങ്ങി നമ്മളിനി കഴിക്കും. ഉപ്പുണ്ടായില്ലേ? അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചിട്ട് നേരെ വണ്ടിയിൽ ക്ലിഫിലേക്ക് പോയി.
നിങ്ങളുടെ കൂട്ടത്തുണ്ട് ഇതുപോലെ ഡ്രാമാറ്റിക് ആയിട്ടൊരു ഫ്രണ്ട്? എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് ഇതാണ്. എന്തും കാണിക്കും, ഡാൻസ് കളിക്കും, പാട്ട് പാടും, ഇതുപോലെ ഓരോ ആക്ഷൻസ് ഇടും. അവസാനം ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും ടയേർഡായി. അതിനിടയ്ക്ക് ആവണി വ്ലോഗ് എടുക്കുന്നുണ്ടായിരുന്നു, അതിൽ ഞാനൊരു ഹായ് പറഞ്ഞതാണ്. പിന്നെ ഞങ്ങൾ നേരെ ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി ക്ലിഫിലേക്ക് പോയി. ക്ലിഫിൽ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടത് പാരാഗ്ലൈഡിങ്. പിന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ടുനിന്നു. പിന്നെ അവന്മാർ നേരെ അതൊന്ന് അടുത്ത് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞു പോയി. ഞങ്ങൾ നേരെ ക്ലിഫിലേക്കും പോയി. ഗായ്സ്, അപ്പം നമ്മളിതാ നട്ടുച്ച അത്രയും വെയിലായി. വെയിലെന്ന് വെച്ചാൽ നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്ത വെയിലായി. ആ വെയിലത്ത് നമ്മളിതാ ക്ലിഫിൽ വന്നിട്ടുണ്ട് ഗൈസ്. അവന്മാരൊക്കെ അങ്ങോട്ട് പാരാഗ്ലൈഡിങ് നോക്കാൻ വേണ്ടി പോയിക്കുക. നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റത്തുകൊണ്ട് നമ്മൾ നോക്കുന്നില്ല. അതുപോലെ ഇപ്പം നമുക്ക് താല്പര്യം, നമുക്ക് പിന്നീട് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് സ്കൈ ഡൈവിങ് ചെയ്യാം ഗൈസ്. ഇപ്പതാ നമ്മളിനി കഫേ ഇറ്റാലിയനിൽ പോകാമെന്ന് വിചാരിക്കുന്നു. അവിടെ പോയി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് സൺസെറ്റ് കണ്ടിട്ട് പിന്നെ വീട്ടിലോട്ട് പോകാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പം ഗൈസ്, അപ്പം എന്താ നമ്മളിപ്പോൾ കഫേ ഇറ്റാലിയനിൽ ഇരിക്കുവാണ്. നമുക്ക് ഇനി കുറച്ച് ഓർഡറൊക്കെ ചെയ്ത് നമ്മളിവിടെ ഇരിക്കുവാണ്. ഇനി നമുക്ക് ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് നമ്മൾ സൺസെറ്റ് കണ്ടിട്ട് നമ്മളിപ്പോൾ തിരിച്ചു പോകും. അതാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്ലാൻ. ഇപ്പോൾ ബ്ലോഗർ ആവണിത് അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കുറച്ച് ഡ്രിങ്ക്സ് വാങ്ങി. കോൾഡ് കോഫി, ഹോട്ട് ചോക്ലേറ്റ്, കോഫി അങ്ങനെയൊക്കെ വാങ്ങി. അതൊക്കെ കുടിച്ചു. എനിക്ക് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഗൈസ്, അപ്പോൾ എന്താ നമ്മൾ ഇവിടുന്ന് ക്ലിഫിൽ നിന്ന് പോകാൻ പോവാണ്. നമ്മളിനി ട്രിപ്പീസ് ലൈഫിൽ പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സൺസെറ്റും കണ്ടിട്ട് തിരിച്ച് നേരെ വീട്ടിലോട്ട് പോകാനാ പ്ലാൻ. കുറേ നാൾ കൊണ്ട് ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റ് കിടന്നതാണ് ഗൈസ് ട്രിപ്പീസ് ലൈഫ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി അങ്ങോട്ടേക്ക് പോവാണ്. ഗൈസ്, അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി വർക്കല ക്ലിഫിൽ നിന്ന് ഇറങ്ങി ട്രിപ്പീസ് ലൈഫിൽ പോവും. പോയിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ട്. പിന്നെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ സൺസെറ്റും കണ്ടിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് പോകും. ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ട്രിപ്പീസ് ലൈഫ് അടിപൊളി ആംബിയൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ല. ദിസ് ഈസ് ദ പ്ലേസ് ഐ വാസ് ടെല്ലിങ് യു എബൌട്ട്. അതിൽ തന്നെ ഉണ്ട് എല്ലാം. അത്ര അടിപൊളി കാമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ആ കഫേയിൽ എന്തായാലും മാക്സിമം എല്ലാവരും പോയി നോക്കുക. അവിടെ ഒരു സീ വ്യൂ ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഇപ്പോൾ ക്രിസ്മസ് വൈബ് ആയതുകൊണ്ട് അവിടെ വലിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ക്രൗഡായിരുന്നു. ഓൾറെഡി ഇന്ന് അവിടെ എന്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയയൊക്കെ അവർ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഡെസേർട്ടൊക്കെ കഴിച്ചു, കുറച്ച് പേസ്ട്രീസൊക്കെ കഴിച്ചു. ഞങ്ങൾ പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് ഞങ്ങൾ അടുത്ത കഫേയിൽ പോയി. സെയിം സീ വ്യൂ ഉള്ള ഒരു കഫേ തന്നെയാണ്, കഫേ സെർവ. അപ്പോൾ ഞാനും പറഞ്ഞുകൊണ്ട് ഒരു മിറർ ഉണ്ട്, അപ്പോൾ അവിടെ നിന്നൊരു വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ കഫേയുടെ അകത്തോട്ടേക്ക് പോയി. അവിടെ അത്യാവശ്യം സീറ്റെല്ലാം ഫില്ലിംഗ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് പോയി. ഇതാണ് പാർവതി, മൈ ബെസ്റ്റ് ഫ്രണ്ട്. നമ്മളിപ്പോ വീണ്ടും ഒരു കഫേയിലൂടെ വന്നിരിക്കുകയാണ്, കഫേ സെർവ. അപ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, അവിടുത്തെ ഫുഡൊക്കെ നോക്കാമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടൂടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ വരും. ഹേ ബഡീസ്, അപ്പോൾ നമ്മൾ കഫേ സർവയിൽ വന്നിട്ടുണ്ട്. അപ്പം അവിടെ സീറ്റ് കുറച്ച് ഫില്ലാണ്. അപ്പം നമ്മളൊന്ന് ബീച്ച് കാണാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി. ഇനി താഴോട്ട് പോയിട്ട് കാണാം. ആക്ച്വലി അടിപൊളി വ്യൂ ആണ് ഗൈസ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ടും. ഈ ഒരു കഫേ അടിപൊളിയാണ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് നേരെ സീ വ്യൂ ആണ് കിട്ടുന്നത്. തോന്നിക്കുന്നു ഗൈസ് പാർവതിയൊക്കെ. അപ്പോൾ ആ വ്യൂ കണ്ടിട്ടാണ് നമുക്ക് ഫുഡ് കഴിക്കാനായാലും അങ്ങനെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ആ വ്യൂ കണ്ടിട്ടാണ്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടൊരു സ്പോട്ടാണ്. ആർക്ക് വേണമെങ്കിലും വന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ ബീച്ച് വ്യൂവിൽ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ഗായ്സ്, വീണ്ടും സൺസെറ്റ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും നോർത്ത് ക്ലിഫിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മളിനി ഇവിടെ നിന്ന് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കഴിച്ച് സൺസെറ്റൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിൽ പോകും. ഞാൻ ഇവിടെ നിന്ന് പോയി കഴിച്ചിട്ട് ബീച്ചിലേക്ക് പോയി കഴിച്ചതും അങ്ങനെയൊന്നും എനിക്ക് വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഞങ്ങളങ്ങ് പോകുന്നു. ഇനി ബാക്കി ഗൈസ്, നമ്മൾ ഫൈനലി സൺറൈസ് കഫേയിലാണ് വന്നിരിക്കുന്നത്. നമ്മളിനി ഇവിടെ നിന്ന് സൺസെറ്റൊക്കെ കണ്ട് കുറച്ച് ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകും അല്ലേ? പോകുന്നില്ല ഇവിടെ തന്നെയാണ്. അപ്പം ഇന്ന് ഇവിടെ തന്നെ ഗൈസ്, നമ്മൾ വീട്ടിൽ പോകുന്നില്ല. ഇത് കഴിഞ്ഞ അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. അടിപൊളി ഹണി ചിക്കനും കോൾഡ് കോഫി പിന്നെ ഫിഷ് അങ്ങനെ എല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്തു. പിന്നെ അത് കഴിക്കുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു. അവിടുത്തെ വ്യൂ കണ്ടിരുന്ന് കഴിക്കാനായിട്ട് വരുന്നൊരു സൺസെറ്റ് ടൈം ഭയങ്കര ഒരു കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ ടൈമിൽ. പിന്നെ ആ കഫേ അടിപൊളിയായിരുന്നു. അവിടുത്തെ സർവീസ് ആയാലും അവിടുത്തെ ആംബിയൻസ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു സൺസെറ്റൊക്കെ കണ്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ ടൈമായി. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 6:30, 7 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ.
അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നൈറ്റ് ഈ ഒരു ടൈമിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഔട്ടിങ് പോകുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. അത് ഇന്നാണ് ഞങ്ങളതൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. കാരണം മുന്നേ ഞങ്ങൾ അങ്ങനെ പോയിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ ഒരു 8 ഒക്കെ ആയപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഓക്കെ ബൈ.